ഞാൻ ട്രിപ്പിൾ ഡിഗ്രി ചെയ്തു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ട്രിപ്പിൾ ഡിഗ്രി ആയിരുന്നു, ബാച്ചിലേഴ്സ് കോഴ്സ് ആയിരുന്നു. BA ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ഇൻ ഇക്കണോമിക്സ്, BA ഇൻ സോഷ്യോളജി. 3 ഡിഗ്രി കൂടി ഒരുമിച്ച് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി മംഗലാപുരത്ത്, കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് 3 ഡിഗ്രികൾ മെയിൻ ആയിട്ട് തന്നെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഒരെണ്ണം സബ് ആയിരിക്കും. ഇത് 3ഉം നമ്മുടെ മെയിൻ ഡിഗ്രി ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ഇയറിലാണ് ഞാൻ എന്റെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനം ചെയ്യുന്നത്. സോ ഞാനൊരു ഷോർട്ട് ഫിലിം കോളേജിൽ ചെയ്തിരുന്നു. ഈ ഷോർട്ട് ഫിലിം അതേ സമയത്ത് തന്നെ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു അവസരം വന്നു. അഭിനയിക്കാം. അപ്പോഴൊക്കെ ഓൺ സ്ക്രീനാണ്. ഷോർട്ട് ഫിലിമിലും അഭിനയമായിരുന്നു. അത് വിനീത് ശ്രീനിവാസിന്റെ ഫസ്റ്റ് മ്യൂസിക് വീഡിയോ ആയിരുന്നു, ഒരു മ്യൂസിക് ആൽബം ആയിരുന്നു. അത് ലോഹി സാറിൻ്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള മനോജ് വിനോദ് എന്ന് പറഞ്ഞ 2 പേര്, സിനിമയിലുള്ള 2 പേരാണ് ഈ സംഭവം ചെയ്തത്. അപ്പോൾ അന്ന് ഈ സുന്ദരിയെ വായൊക്കെ ഹിറ്റായി നിൽക്കുന്ന ആ സമയത്ത് വിഷ്വലി ഹിറ്റായ ഒരു മ്യൂസിക് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ഞാൻ അതിൽ അഭിനയിക്കുന്നത്. സരയു ഒരു പോലീസ് വുമൺ ആണ്. മ്യൂസിക് ഇറങ്ങുന്നുണ്ട്, പക്ഷെ അന്നത്തെ പോലെ അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മയ്ക്കായി ഇനിയൊരു സ്നേഹഗീതോ അല്ലെങ്കിൽ സുന്ദരിയെ വായൊക്കെ എപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ യൂട്യൂബൊക്കെ ഉള്ളപ്പോ പണ്ടത്തേക്കാൾ കൂടുതൽ പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ഷെ അതുപോലത്തെ സാധനങ്ങൾ ട്രെൻഡ് മാറി. മീൻ വെരി ഷോർട്ട് ലിവ്ഡ് ആയിട്ട് സാധനങ്ങൾ വരുന്നു പോകുന്നു. അതല്ലേ ഇപ്പൊ പറയുന്നത് ട്രെൻഡ്സ് 90s കിഡ്സ് 80s കിഡ്സ് എന്നൊക്കെ. അപ്പൊ അവരൊക്കെ കണ്ട് ആസ്വദിച്ച കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. അത് വിന്റേജ് ആയിട്ട് നിൽക്കും. ഇനി എനിക്ക് ഫീൽ ചെയ്യുന്നത് അന്ന് നമുക്ക് പ്ലാറ്റ്ഫോംസ് കുറവായതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ ആഘോഷിച്ചിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പൊ എക്സ്പോഷർ കൂടുതലാവുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സിനിമയൊക്കെ ഇറങ്ങുന്നത് ഒരു യൂട്യൂബ് വ്ളോഗ് ഇറങ്ങുന്ന ലാഘവത്തിൽ വന്നു പോകുന്നുണ്ടോ എന്ന് സംശയം എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം എല്ലാ ആഴ്ചയും ഒരു 4 സിനിമ വെച്ച് മലയാളത്തിൽ മാത്രം ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ 4 സിനിമകളിൽ അല്ലെങ്കിൽ ഒരു 200-300 സിനിമ ഒരു കൊല്ലം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ 10-20 സിനിമകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അത് തന്നെയാണ് യൂട്യൂബിന്റെ ഒരു റേഷ്യോ. നമ്മൾ കുറേ 100 വീഡിയോ ഇറക്കുമ്പോൾ അതിൽ 20 എണ്ണം ചിലപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 സംബന്ധിച്ച് ഞാൻ ഓരോ വീഡിയോ ഇറക്കുന്ന ഓരോ സിനിമ ഇറക്കുന്ന ടെൻഷനില്ല ആയിരിക്കും. പക്ഷെ ഇത് ആ ഒരു സ്പേസ് ആയി പോയി എന്ന് വെച്ച് കഴിഞ്ഞാലേ, പണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സിനിമ ഇറക്കണമെങ്കിൽ ഒരു 6 മാസത്തോളം മിനിമം പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു സംവിധായകനാണ് അതിൽ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, മോർ ദാൻ ആക്ടേഴ്സ്. ഒരു സംവിധായകൻ മിനിമം ലീസ്റ്റ് പറയുന്നത് 6 months ആണ് അയാളുടെ ജീവിതത്തിൽ മാറ്റി വെക്കേണ്ടത്. 6 to 1 year ഇതിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പടം ഇറങ്ങി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് അത് വാഷ് ഔട്ട് ആവും, ചിലപ്പോൾ ഒരു 4 ദിവസം കൊണ്ട് അത് പോകുന്നു. യൂട്യൂബ് വ്ളോഗ് ഉണ്ടാക്കാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയിൽ കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരു സിനിമയിൽ ഒരു 1 year ഓഫ് ടൈം ആൻഡ് മണി മാറ്റി നിർത്തൂ. ടൈം ആൻഡ് എഫേർട്ട്. ഒരു ജീവിതത്തിൽ ഒരു 100 കൊല്ലം അല്ലെങ്കിൽ ഒരു 80 കൊല്ലം ജീവിക്കുമെന്ന് പറയുന്ന ഒരാള് അയാളുടെ ജീവിതത്തിൽ 1 കൊല്ലം മാറ്റി വെച്ചിട്ട് 4 ദിവസം കൊണ്ട് അത് വാഷ് ഔട്ടായി പോകുമ്പോൾ അതിനൊരു വിധിയും. ഇനി അതല്ല, ഒരു ദിവസം കൊണ്ട് അത് ഹിറ്റ് ആകുമ്പോൾ അയാൾ അടുത്ത തലത്തിലേക്ക് എത്തിച്ചിരിക്കും. ഇതിന് 2ന്റെയും 2 സൈഡും ഉണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ യൂട്യൂബ് വ്ളോഗ് ഹിറ്റായാൽ കിട്ടുന്ന റെസ്പോൺസ് അല്ല നിങ്ങൾക്ക് ഒരു സിനിമ ഹിറ്റായാൽ കിട്ടും. കാരണം ഞാനത് പേഴ്സണലി മനസ്സിലാക്കിയിട്ടുള്ള അല വൈകുണ്ഠപുരമലു എന്നുള്ളൊരു സിനിമ ഒരു വെള്ളിയാഴ്ച കൊണ്ട് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്തു തന്നത് ഒരു വേറെ ജീവിതമാണ്. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് ഒരു സിനിമ കഴിഞ്ഞാൽ വേറൊരു സിനിമ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. ഞാൻ പലപ്പോഴും മലയാളത്തിൽ കൊല്ലത്തിലൊരു സിനിമ, ഒരു പ്രേതം ചെയ്യും, ഒരു വർഷം ചെയ്യും, ഒരു ഡാഡി കൂൾ ചെയ്യും. ഭയങ്കര ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം സിനിമകൾ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പം ഞാൻ അടുത്ത 4 years കൊണ്ട് 5 തെലുഗു സിനിമ ചെയ്തു. അതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പടം ചെയ്യാൻ ഒരു കൊല്ലം എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിലും കൂടുതൽ സിനിമ ചെയ്തേനെ. Their industry is big. Their work culture is different. പ്രേതം ഞങ്ങൾ 23 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത്. വൈകുണ്ഠപുരം ഞങ്ങൾ 9 മാസം കൊണ്ടാണ് ഷൂട്ട് ചെയ്ത്. സോ അവർക്ക് അത്രയും ടൈം ഉണ്ട്, അവരത്രയും എഫേർട്ട് എടുക്കും. അവർ ഷെഡ്യൂൾ ബ്രേക്സ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ഒരു മാസത്തിൽ ഒരു 8 ദിവസം ഷൂട്ട് ചെയ്യും, പിന്നെ 10 ദിവസം വെറുതെ ഇരിക്കും, അടുത്ത മാസം വീണ്ടും 8 ദിവസം ഷൂട്ട് ചെയ്യും. വളരെ സിമ്പിളായിട്ട് പറയാം, രാജമൗലി സാർ ചെയ്യുന്ന രാജുവേട്ടനെ വെച്ചിട്ടുള്ള ഈ സിനിമ, അനൗൺസ് ചെയ്ത സിനിമ 2027 ഡിസംബറിലോട്ടാണ് റിലീസ്. ഇനി 2 കൊല്ലം കഴിഞ്ഞ്. കാരണം ഷൂട്ട് കഴിയാൻ ഇനിയും 1.5 കൊല്ലം എടുക്കുന്നതാണ് പറയുന്നത്. സോ അവരുടെ സ്റ്റൈൽ ഓഫ് അവിടുത്തെ ഒരു വലിയ സിനിമയുടെ സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള അവിടുത്തെ ഇപ്പോൾ അല്ലു അർജുൻ സർ നായകനായിട്ടുള്ളൊരു പടം, നാഗാർജുന സർ നായകനായിട്ടുള്ള പടം, നാഗചൈതന്യ അല്ലെങ്കിൽ നാനി സർ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പോൾ ഇതെല്ലാം വലിയ സിനിമകളാണ്. വലിയ സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് ഇത് ഇത്രയും സമയം എടുക്കുക.